ഹായ് ഓൾ. ബൈസെപ്സ് മസിൽസിന് വീട്ടിൽ വച്ച് തന്നെ ചെയ്യാൻ പറ്റിയ 2 എക്സർസൈസ് നമുക്ക് നോക്കാം. ഈ മസിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ഭാരം ഉയർത്താനായിട്ട്, അതായത് പലചരക്ക് സാധനങ്ങൾ അടങ്ങിയ ബാഗുകൾ, കുട്ടികളെ എടുക്കാനായിട്ട്, ബക്കറ്റും വെള്ളം മാറ്റി വെക്കാനായിട്ടൊക്കെ നമുക്ക് ഈ മസിലിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വലിക്കാനായിട്ടും, വാതിൽ തുറക്കാനായിട്ട്, സാധനങ്ങൾ നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട്, ഫോൺ ചെവിയോട് ചേർത്ത് പിടിക്കാനായിട്ട്, പിന്നെ നമ്മുടെ കൈമുട്ട് മടക്കാനൊക്കെ, അങ്ങനെ പല കാര്യത്തിലും നമുക്ക് ഈ ബൈസെപ്സ് മസിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈ മസിലിൻ്റെ സ്ട്രെങ്തനിങ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ബൈസെപ്സ് കേൾസ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടി നേരെ നിവർന്ന് നിൽക്കുക. 2 കൈകളിലും വെള്ളക്കുപ്പി പിടിക്കുക. ഇപ്പോൾ ഡംബൽസ് ഇല്ലെങ്കിൽ നമുക്ക് 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് പിടിക്കുക. കൈപ്പത്തികൾ മുന്നോട്ട് അഭിമുഖമായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് പതുക്കെ കുപ്പികൾ തോളിലേക്ക് ഉയർത്തുക. തിരികെ വരുമ്പോൾ സ്ലോലി പഴയ പൊസിഷനിലോട്ട് വരിക. 10 ടൈംസിൻ്റെ 3 സെറ്റ്സ് ചെയ്യുക. അടുത്തത് ഹാമർ കേൾസ് ആണ്. ഈ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈത്തണ്ടയിലെ മസിൽസും കൂടി ബൈസെപ്സിനൊപ്പം സ്ട്രെങ്തൻ ആകുന്നു. ഇത് ചെയ്യാൻ വേണ്ടി ഈ ബൈസെപ്സ് കേൾസ് ചെയ്യാൻ നിന്നതുപോലെ തന്നെ നിവർന്ന് നിൽക്കുക. കുപ്പി പിടിക്കുമ്പോൾ കൈപ്പത്തി ശരീരത്തിന് അഭിമുഖമായിട്ടാണ്, ഒരു ചുറ്റിക പിടിക്കുന്നത് പോലെ. ഇനി നമ്മുടെ ആക്ഷൻ എന്താണ്? തള്ളവിരൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ കുപ്പി തോളിലേക്ക് ഉയർത്തുക. ഒരു 10 പ്രാവശ്യം വെച്ച് 3 സെറ്റ് ചെയ്യുക. ഇനി സേഫ്റ്റി റൂൾസ് നോക്കാം. ഇപ്പോൾ പോസ്റ്റ് സർജിക്കൽ കേസ്, ഈ പ്ലാസ്റ്റർ കാസ്റ്റൊക്കെ മാറ്റിയ സമയത്താണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എക്സർസൈസ് ചെയ്തു തുടങ്ങുക. പിന്നെ നമ്മൾ മിതമായ ഭാരം, അതായത് കൃത്യമായിട്ടൊരു 10-12 തവണ ചെയ്യാൻ കഴിയുന്ന ഭാരം മാത്രം ഉപയോഗിക്കുക. നമ്മുടെ പോസ്ചർ എന്ന് പറയുന്നത് നട്ടെല്ലാം നിവർത്തി നിർത്തുക. ശരീരം ആടാൻ അനുവദിക്കരുത്. കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് ഉറപ്പിച്ചു വെക്കുക. കൺട്രോൾഡായിട്ട് ചെയ്യുക. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് പതുക്കെ ചെയ്യുക. ഈ എക്സർസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രയോജനം? മസിൽ റീഹാബിലിറ്റേഷൻ, അതായത് പരിക്കിന് ശേഷമോ പ്ലാസ്റ്റർ മാറ്റിയതിന് ശേഷമോ ഒക്കെ പേശികളുടെ കരുത്ത് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ എൽബോ ജോയിൻറ്റിനും ഷോൾഡർ ജോയിൻറ്റിനും ഒക്കെ കൂടുതൽ സപ്പോർട്ട് സ്റ്റെബിലിറ്റിയും കൊടുക്കുന്നു. ഫങ്ഷണൽ സ്ട്രെങ്ത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഭാരം ഉയർത്താനായിട്ട്, പിന്നെ പുള്ളിങ്, വലിക്കാനായിട്ട് തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഇഞ്ചുറി പ്രിവെൻഷൻ, അതായത് ടെൻഡനുകൾക്കും ലിഗമെൻറ്റുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന പരിക്കുകൾ, ടെൻഡിനൈറ്റിസ്, സ്ട്രെയിൻ, ഇതൊക്കെ തടയാനായിട്ട് പേശികളെ സഹായിക്കുന്നു.